ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതിൽ വിമർശനവുമായി അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ ശ്രീദേവി. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ സഹകരിക്കാമെന്ന് ഇന്ത്യ പ്രസ്താവിച്ചിട്ടും ഇന്ത്യക്കാരെ മിലിറ്ററി പ്ലെയിനിൽ തിരിച്ചയക്കുകയാണ് അമേരിക്ക ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈകാലുകൾ ചങ്ങലക്കിട്ടാണ് കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചത്. ഇത് വലിയ വിവാദമാവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമർശനവുമായി ഹരീഷ് വാസുദേവൻ ശ്രീദേവി എത്തിയിരിക്കുന്നത്. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എക്സിൽ പങ്കുവച്ച പോസ്റ്റ് അടക്കം ഷെയർ ചെയ്തായിരുന്നു ഹരീഷ് വാസുദേവന്റെ വിമർശനം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കുടിയേറ്റക്കാരോട് മനുഷ്യത്വപരമായി പെരുമാറണം. അവരുടെ അന്തസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കൻ സൈനിക വിമാനം തിരിച്ചയച്ചത്. എന്റെ ജനങ്ങളെ വേണ്ടാത്തൊരു രാജ്യത്ത് അവരെ തുടരാൻ അനുവദിക്കാനാവില്ല. അവരുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഞങ്ങൾ അവരെ ഏതൊരു സാധാരണ മനുഷ്യനെയും തിരികെ വരുന്നത് പോലെ കൊണ്ടുവരും. അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കും. ചെറു രാജ്യമായിട്ടും കൊളംബോ തങ്ങളുടെ പൗരന്മാരുടെ അന്തസ്സിന് പ്രാധാന്യം നൽകിയെന്നും എന്നാൽ ഇന്ത്യ അത് മാനിച്ചില്ല എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കൂടിയേറി എന്ന കാരണത്താൽ ആരും അപമാനിക്കപ്പെടരുത് എന്ന് പറയാൻ മനുഷ്യത്വം വേണമെന്നും അമേരിക്കയോട് ഇത് പറയാൻ നട്ടെല്ലും ധൈര്യവും വേണമെന്നും ഹരീഷ് വാസുദേവൻ വിമർശിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹം ഈ വിമർശനം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. രാഷ്ട്ര തലവന്മാർ അവരുടെ രാജ്യത്തെ മനുഷ്യരോടും അവരുടെ അന്തസ്സിനോടും ഉണ്ടാകുന്ന കരുതലുണ്ടല്ലോ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഇദ്ദേഹത്തിന്റെ ഒന്നും ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? പണ്ട് ഇന്ത്യക്കെതിരെ 7ാം കപ്പൽപ്പടയെ അയക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയ അമേരിക്കയോട് വന്ന പോലെ മടങ്ങില്ലെന്ന് തിരിച്ച് പറയാനുള്ള ധൈര്യം ഇന്ദിരയെ പോലുള്ളവർ ഇരുന്ന കസേരയിലാണല്ലോ ഈ ഭീരു ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അപമാനം തോന്നുകയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ കഴിഞ്ഞാണ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ പോലും. എന്നിട്ടാണ് അധികാരത്തോട് നാണം കെട്ട അടിമപ്പണി ചെയ്യുന്ന മുഖ്യധാര ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതൊരു പ്രധാന ചർച്ച പോലും ആക്കാത്തത്. ഒളിച്ചോടി മൈ പ്രൈഡ് കുംഭമേളയിൽ മുങ്ങാൻ പോയിട്ടുണ്ട്. ഷെയിം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിമർശനം. താരതമ്യേന ചെറിയ രാജ്യമായ കൊളംബിയയും മെക്സിക്കോയും അമേരിക്കൻ മിലിറ്ററി പ്ലെയിൻ അവരുടെ എയർ സ്പേസിൽ പോലും കയറാൻ അനുവദിച്ചില്ലായിരുന്നു. അമേരിക്കയുമായിട്ടാണോ മെക്സിക്കോയുടെ 85% കച്ചവടവും. എന്നിട്ടും അവർ സൈനിക വിമാനം തിരിച്ചുവിട്ടു. സിവിലിയൻ വിമാനങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കണിശമായി തന്നെ പറയുകയായിരുന്നു. അതിനുശേഷം പാസഞ്ചർ പ്ലെയിനുകളിൽ അവർ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അമേരിക്ക നാട് കടത്തിയ ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള സൈനിക വിമാനം കഴിഞ്ഞ ദിവസം അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു. നാട് കടത്തപ്പെട്ട യാത്രക്കാരിൽ 25 സ്ത്രീകളും 12 പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നുണ്ട്. പഞ്ചാബി, ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ പേര്.